എവേ മെസ്സേജ് എങ്ങനെ സെറ്റ് ചെയ്യാം? എവേ മെസ്സേജ് സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഓൺലൈനിൽ ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് എവേ മെസ്സേജ്. അപ്പൊ ഈ എവേ മെസ്സേജ് എങ്ങനെ നമുക്ക് വാട്സപ്പിൽ യൂസ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് ബിസിനസ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയി വരുന്ന പേജിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ടായിരിക്കും. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് പ്രൊഫൈല്, മെറ്റ വെരിഫൈഡ്, കാറ്റലോഗ്, അഡ്വർടൈസർ, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം, ഗ്രീറ്റിംഗ് മെസ്സേജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യേണ്ടത് എവേ മെസ്സേജ് ആണ്. എവേ മെസ്സേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് സെൻഡ് എവേ മെസ്സേജ് ഓൺ ആക്കാം. ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത് മെസ്സേജാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി പോകേണ്ടത് ആ മെസ്സേജ് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതായത് എല്ലാവർക്കും പോകണമെങ്കിൽ ഓൾവേസ് സെൻഡ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കസ്റ്റം ഷെഡ്യൂൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ടൈം അവിടെ കൊടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു സ്റ്റാർട്ടിങ് ടൈമും ഡേറ്റും എൻഡിങ് ടൈമും ഡേറ്റും നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിങ്ങിലായിരിക്കും നമ്മുടെ ഈ ഒരു മെസ്സേജ് സ്റ്റാർട്ട് ആകുന്നതും ആ ഒരു കറക്റ്റ് എൻഡിങ് ടൈമിൽ നമ്മുടെ ഈ ഒരു മെസ്സേജ് സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് റെസിപ്പിയൻസ് ആണ്. ഇതിൽ നമുക്ക് എവരിവൺ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ് ബുക്കിൽ മാത്രമുള്ള ആൾക്കാരെ ഈ മെസ്സേജ് പോകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുക്കാം. അല്ലെങ്കിൽ 2-3 പേർക്ക് മാത്രം ആഡ് ചെയ്യുകയാണെങ്കിൽ പുള്ളി ഷെയർ കൊടുക്കാം. അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് അവിടെ കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കവിടെ സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ആര് മെസ്സേജ് ഇട്ടാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു എവേ മെസ്സേജ് അവരുടെ ഫോണിലേക്ക് ചെല്ലുന്നതായിരിക്കും. നമ്മൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ കൂടെ ആ ഒരു മെസ്സേജ് അവർക്ക് എത്തുന്നതായിരിക്കും. For more videos, subscribe now.